ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു വീട് മനോഹരമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഉള്ളൊരു വീടാണ്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നില വീടാണ്. വളരെ ഭംഗിയായിട്ടൊരു ട്രോപ്പിക്കൽ എലിവേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാ കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എക്സ്റ്റീരിയറും അതുപോലെ ഇൻറ്റീരിയറും ഈവൻ പ്ലാൻസ് സഹിതം വളരെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയേഴ്സോട് കൂടിയിട്ടുള്ളൊരു വീടാണ്. ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കൂനമ്പായിക്കുളം ക്ഷേത്രം വളരെ ഫേമസ് ആണ്. ആ ഒരു ക്ഷേത്രത്തിന് പിന്നിലായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. സൂരജ് വിനീത ദമ്പതികളുടേതാണ് ഈ ഒരു വീട്. ഒരു മനോഹരമായ വീട്. ഇതിൻ്റെ സ്ട്രക്ചർ, എലിവേഷൻ കാര്യങ്ങൾ, ഡിസൈൻ എല്ലാം, ഈവൻ ഇൻറ്റീരിയേഴ്സ് ഉൾപ്പെടെ എല്ലാം ചെയ്തിരിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡിസൈൻസ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. ഇങ്ങനെയാണ് വീടിൻ്റെ കോമ്പൗണ്ട് വോൾ വരുന്നത്. വീടിന് പേര് നൽകിയിട്ടുള്ളത് കസാബെല്ല എന്നാണ്. അത് നല്ല ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത് കാർ പോർച്ചാണ്. 2 കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഈ ഒരു വീടിൻ്റെ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലാണ് വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു വീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഗേറ്റും വീടും, അതായത് വീടിൻ്റെ ലൈറ്റ്സ്, ഫാൻസ് എല്ലാം തന്നെ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഗേറ്റ്സും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അതൊരു നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഗേറ്റാണ്. നമ്മുടെ സ്ഥലമൊക്കെ കുറവുള്ളിടത്ത് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർലോക്സ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് ഇങ്ങനെ ഹോൾസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ബഫല്ലോ ഗ്രാസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പ്ലാന്റ്സ് ചെയ്തിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈഡിലെല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി അങ്ങ് കവർ ചെയ്യാതെ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രിൽസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഗേറ്റ് ആയാലും ഈ ഒരു പോർഷനിലൊക്കെ തന്നെ മെറ്റലിൽ CNC കട്ടിങ് വർക്ക് ചെയ്തിരിക്കുന്നു. അതിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഇത് പോളി കാർബണേറ്റ് ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് മെറ്റലിൽ CNC കട്ടിങ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ കിണറാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് കോട്ടൺ സ്റ്റീലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് കോട്ടൺ സ്റ്റീലിൻ്റെ ആ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ട് അതിനകത്ത് CNC കട്ടിങ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു റസ്റ്റിക് ഫിനിഷ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡായിട്ടാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഇവിടെ PVC പാനലിംഗ് ചെയ്തിരിക്കുന്നു. എല്ലായിടത്തും കോബ് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ആ ഒരു ട്രോപ്പിക്കൽ റൂഫിംഗ് കണ്ടില്ലേ, അവിടെ ചെയ്തിരിക്കുന്നത് വോക്സ് എന്ന് പറയുന്ന പാനലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ തന്നെ ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ സൈഡ് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ, നിറയെ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഈ ജാളി വർക്കാണ് ഈ ഒരു വോളിലായിട്ട് ചെയ്തിരിക്കുന്നത്. താഴെയെല്ലാം തന്നെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു. 8.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട്, വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നല്ല ഫിഷ് പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു ബുദ്ധ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും പീസ് ലില്ലി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ ഫ്രണ്ടിൽ നിന്നേ നമ്മൾ കാണുന്നുണ്ട് ഈ പീസ് ലില്ലി ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു വോളിലായിട്ട് മുകളിൽ ജാളി വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുന്നതല്ല, ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ജാളി തന്നെയാണ്. മുകളിലായിട്ട് ഇങ്ങനെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. PVC സീലിംഗ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, നല്ല രസമുണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് കാണാനായിട്ട്. ഇതിന് ധാരാളം മീനുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മീനുകളാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കോയി കാർപ്പ് എന്നാണ്. നല്ല രസമായിട്ടുണ്ട്. ഉള്ളിലായിട്ട് ഇങ്ങനെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നൈറ്റിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറുകയാണെങ്കിൽ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ നമ്മുടെ മെയിൻ ഡോറ് ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്.
ഇതും ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ ടീക്ക് വുഡിലാണ് കേട്ടോ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ഫുൾ ഇവിടുത്തെ വിൻഡോസും ഡോർസും ഒക്കെ തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പാസേജ് ആണ് ഇങ്ങനെ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫോമർ ലിവിങ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ് കൊടുത്തിരിക്കുകയാണ് നമുക്ക്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് കേട്ടോ. കേർട്ടൻ ആയാലും ഈ ഒരു ഗ്ലാസ് ഡോർസ് ആയാലും ഒക്കെ തന്നെ ഓട്ടോമേറ്റഡ് ആണ്. പുറത്തായിട്ട് അങ്ങനെ നമുക്ക് കാണുന്നത് ആ ഒരു ജാളി വർക്കും പിന്നെ ആ ഒരു പ്ലാന്റ്സും ഒക്കെയാണ്. നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ. പിന്നെ പറയാനുള്ളത് ഈ സോഫാസ് കണ്ടില്ലേ, ഇത് ജർമ്മൻ മെയ്ഡാണ്. ആഷ്ലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സോഫാസാണ്. അതുപോലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പൂജാ യൂണിറ്റാണ്. CNC കട്ടിങ് വർക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡോറ് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ടൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കാണ്. ഇവിടെയും സീലിങ്ങിലായിട്ട് വോക്സ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റാണ് ഇവിടുത്തെ സീലിംഗ് വന്നിട്ടുള്ളത്. ഇനി ഇതായൊരു ഫാൻ കണ്ടോ, ഒന്നല്ല കേട്ടോ, 2 സൈഡിലും സെയിം ഫാൻ കൊടുത്തിട്ടുണ്ട്. ഡിസൈനർ ഫാനാണ്, ഒരു കോപ്പർ ഫിനിഷാണ്. ഡൈനിങ്ങിലും ഇതേ സെയിം ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ഡെക്കോസും ഇങ്ങനെ ഫാൻസും ലൈറ്റ്സും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഡോർ തുറന്ന് വരുമ്പോൾ ഒരു പാസേജ് ആണിത്. ഇവിടെയായിട്ട് നല്ലൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസും സ്ക്വയർ ട്യൂബ്സും ആണ് വന്നിരിക്കുന്നത്. സീലിംഗിലായിട്ടൊക്കെ വെനീറാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ സ്പേസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 സീറ്റഡ് ഡൈനിങ് ടേബിളും ചെയർസും ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വാഷ് യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മിറർ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഇത് ലാമിനേഷനാണ്. അതായത് മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡെക്കോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ തന്നെ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 55 lakhs ആണ്. പിന്നെ ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ളത് 18 lakhs ആണ്. ഇതാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയ. നല്ലൊരു സോഫ കം ലോഞ്ചർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നല്ലൊരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഫിഷ് പോണ്ടിലോട്ട് നമ്മൾ പോകുന്നത്. ഈ ഒരു സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഡോർസ് കൊടുത്തിരിക്കുകയാണ്. സ്ലൈഡിങ് ആണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ബുദ്ധ സ്റ്റാച്ചുവും ഫിഷ് പോണ്ടും ഒക്കെ നല്ല ഭംഗിയായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എവിടെ ഇരുന്നാലും ഒരു ഹോളിൽ എവിടെ ഇരുന്നാലും നല്ലൊരു വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഭാഗത്തായിട്ട് നല്ലൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നല്ലൊരു മോഡുലാർ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആയിട്ടുള്ള മൈക്ക ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതും ഒരു സാറ്റേൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്രീനിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. ടോട്ടൽ 4 ബെഡ്റൂംസാണ് ഈ ഒരു വീടിനുള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂമാണിത്. നല്ല രീതിയിൽ ഇത് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ തന്നെ പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഗ്ലാസ് ആണ്. അരിസ്റ്റോ ബ്രാൻഡിൻ്റെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് വാർഡ്രോബാണ്. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻസറാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ ഇങ്ങനെ TV യൂണിറ്റും ഡ്രസ്സിങ് ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ഈ ഒരു വോളിൽ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് വെനീറാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗിലായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റും ഒരുപാട് കോബ് ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഭാഗത്തായിട്ട് നമ്മൾ ഈ കാണുന്നത് പുറത്തുനിന്ന് കണ്ടില്ല, ആ കോട്ടൺ സ്റ്റീലാണ്. സ്റ്റീലിൻ്റെ ആ ഒരു ഷീറ്റാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാനായിട്ടും നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. ഈ ഒരു ലൈറ്റ്സ് ആയാലും ഈ ഒരു കർട്ടൻസ് ആയാലും ഒക്കെ തന്നെ ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് SPC ഫ്ലോറിംഗ് ആണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. ഇവിടെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റൂമും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂംസിനും അതിൻ്റേതായൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് പേരൻസ് റൂമാണ്. ഈ ഒരു റൂം വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. നല്ലൊരു ആംബിയൻസിലാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോളായാലും അതുപോലെ വാർഡ്രോബ് ആയാലും ഒരു കോർണർ പോർഷൻ ആയാലും നമ്മുടെ ബാത്റൂം ഡോർ ആയാലും ഒക്കെ തന്നെ വൈറ്റ് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നതായി ഒരു ബെഡിൻ്റെ ബാക്ക് പോർഷൻ കണ്ടില്ലേ, ഇവിടെ ആ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ഹൈറ്റിലാണ്. അതൊരു റെഡ് വെൽവെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നു. രണ്ട് സൈഡിലായിട്ടും ബ്ലാക്ക് കളർ അക്രിലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്നുണ്ട്. ഈ ഒരു വൈറ്റ് തീമും ഈ ഒരു ഹെഡ് ബോർഡും കൂടെ ആയപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കാണാം. ബാത്റൂമിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്.
സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഒരു വാഷ് ബേസിനും അതുപോലെ ഒരു ടോയ്ലറ്റും ഒക്കെ ഒരു ബ്ലാക്ക് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂം. ഇത് ഇവിടുത്തെ മോളുടെ കിഡ്സ് ബെഡ്റൂമാണ്. ഈ ഒരു റൂം ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരു മോളാണുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു പിങ്ക് കളർ തീം കൊടുത്തിട്ടുണ്ട്. ഒരു അപ്പർ ബെഡ് കൊടുത്തിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വണ്ടർ വേൾഡിൽ പോലെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഇങ്ങനെ ഇവിടുത്തെ വാർഡ്രോബ്സ് വരെ, എൻ്റെ ഹാൻഡിൽസ് വരെ നോക്കിക്കേ, ആ ഒരു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൊടുത്തിരിക്കുന്നത് വാൾപേപ്പറാണ്. ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞ് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതേപോലെ തന്നെയാണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബെഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ എല്ലാം തന്നെ സ്റ്റോറേജ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ട് അതുപോലെ നല്ല ഭംഗിയായിട്ട് ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെ ആ ഒരു സൈഡിലായിട്ട് വാൾപേപ്പറാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളറ് ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി തോന്നുന്നത്. ഇവിടുത്തെ ബാത്റൂമും വളരെ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നു. ആ ഒരു കളർ തീമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു വാഷ് ബേസിൻ്റെയും ടോയ്ലറ്റിൻ്റെയൊക്കെ കളറും കണ്ടില്ല, ഒരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിലൂടെ പറയുക. നിങ്ങൾക്ക് അധികം കമൻറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഇട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കണ്ടു എന്നുള്ളൊരു സന്തോഷം എന്നെയൊന്ന് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും കൺസൾട്ടേഷനും അങ്ങനെ എല്ലാ വർക്ക്സും ചെയ്തിരിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.